ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്കായി ദോ, ഈ യൂണിറ്റിന്റെ പേരെന്താണ്? പരിശ്രം എന്നുള്ളത്. ഓക്കെ, അപ്പം ഗാന്ധിജിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് സപ്പോർട്ടേഴ്സിനെയൊക്കെ കാണാനുണ്ടല്ലേ ഈ പിക്ചറിൽ. താഴെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹൈ ജബ്കി അന്യ വ്യക്തി ജാഗ്തേ ഹൈ ഓർ കടി മെഹനത് കർത്തേ ഹൈ. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്നെ ദേഖ്തേ ഹൈ. കുറച്ച് വ്യക്തികൾ എന്താണ് സഫലത, അതായത് സക്സസ് അല്ലെങ്കിൽ വിജയത്തിന്റെ സ്വപ്നം കാണുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ജബ്കി അന്യ വ്യക്തി ജാഗ്തേ ഹൈ ഓർ കടി മെഹനത് കർത്തേ ഹൈ. ചിലര് സ്വപ്നം കാണാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ മറ്റു ചിലര് എന്താണ് ചെയ്യുന്നത്? ജാഗ്തേ ഹൈ, ഉണരുന്നു, എന്നിട്ട് അതോടൊപ്പം കടി മെഹനത് കർത്തേ ഹൈ, ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇതൊരു കഹാനിയാണ്. ഗാന്ധിജി കി നമക് കഥ. ഏക് രാജാ കെ 3 ബേട്ടിയാ ഥി. ഒരു രാജാവിന് 3 ബേട്ടിയാ ഥി എന്ന് വെച്ച് കഴിഞ്ഞാല് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. तुम चाहो तो उस राजा की 4 बेटियां भी हो सकती है इसी कहानी में. പിന്നെ തും ചാഹോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉസ് രാജാക്ക്, ആ രാജാവിന് 4 ബേട്ടിയാ ബി ഹോ സക്തി ഹെ, 4 പെൺമക്കൾ ഉണ്ട് എന്നും പറയാം. ഇസി കഹാനി മേ, ഇതേ കഥയില്. രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉൻഹെ കിतना പ്യാർ കർത്തി ഹെ. അപ്പം രാജാവ് ഈ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത്. പെഹ്ലി ने कहा, ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞു, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. അപ്പം ആദ്യത്തെ കുട്ടി പറയാണ് എന്താണ്? मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. അതായത് സൂര്യൻ എത്ര വലുതാണോ അത്രയും അധികം ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് കുട്ടി പറഞ്ഞത്. സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂര്യൻ എന്നുള്ളതാണ്. ഓക്കെ, ജിത്നാ ബഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വലുതാണോ, സൂര്യൻ എത്രത്തോളം വലുതാണോ അത്രയും സ്നേഹമാണ് എനിക്ക് അച്ഛനോടുള്ളത് എന്നാണ് പറഞ്ഞത്. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. അപ്പം അച്ഛനാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് സിർ ഹിലാ ദിയ എന്ന് വെച്ചാൽ തലയാട്ടി എന്നാണ്. ദൂസരീനെ കഹ, രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, मैं तुम्हें उतना चाहती हूँ जितने चांद सितारे आसमान में है. ചാന്ത് സിത്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ, സിത്താര എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ, ആസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശം. അപ്പം ആകാശത്തിൽ ചന്ദ്രനും എത്രയോ നക്ഷത്രങ്ങളുണ്ടോ അത്രയും സ്നേഹമാണ് എനിക്ക് അച്ഛനോടുള്ളത് എന്നാണ് രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞത്. രാജാനെ ഖുഷി സെ സിർ ഹിലായ ഓർ തീസരി ബേട്ടി കി തരഫ് ദേഖ. അപ്പോ രാജാവ് എന്താണ്? സന്തോഷത്തോടു കൂടിയിട്ട്, ഖുഷീസെ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷത്തോടു കൂടിയിട്ട്, സിർ ഹിലായ തലയാട്ടി, എന്നിട്ട് തീസരി ബേട്ടി കി തരഫ് ദേഖ, മൂന്നാമത്തെ മകളുടെ ആ ദിശയിൽ നോക്കി. തരഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിറക്ഷനിൽ, ആ ദിശയിൽ എന്നുള്ള അർത്ഥമാണ്. ദേഖ, നോക്കി. തീസരി ചുപ് ഖടി ഥി, മൂന്നാമത്തെ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചുപ് ഖടി ഥി, മിണ്ടാതെ നിൽക്കുമായിരുന്നു. വ ബോലി, ആ പെൺകുട്ടി പറഞ്ഞു, मैं तुम्हें खाने में नमक जितना प्यार करती हूँ. മൂന്നാമത്തെ മകൾ എന്താണ് പറഞ്ഞത്? ഈ ഭക്ഷണത്തില് ഉപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രയധികം ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഉപ്പ് എന്നാണ്. പ്യാർ കർത്തി ഹു, അത്രത്തോളം എനിക്ക് അച്ഛനെ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. കഹാനി ലംബി ചൽത്തി ഹെ, പിന്നീട് കഥ എന്താണ്? വളരെ ലോങ് ആയിട്ടാണ് പോകുന്നത് എന്നാ പറയുന്നത്. ലംബി എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള എന്നുള്ളതാണ്. പെഹലെ രാജാക്കോ യ ജവാബ് പസന്ദ് നഹി ആത്ത. പക്ഷെ ആദ്യം എന്താണ്? രാജാവിന് ഈ ഒരു ജവാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി എന്നുള്ള അർത്ഥമാണ്. പസന്ദ് നഹി ആത്ത, ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. पर कहानी के अंत में वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. പക്ഷെ ഈ സ്റ്റോറിയുടെ അവസാനമൊക്കെ ആവുന്ന സമയത്ത് രാജാവിന് ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലും, ഖാനെ മേ തഥാ ജീവൻ മേ, ഭക്ഷണത്തിലും ജീവിതത്തിലും നമക്ക് മെഹത്വക്കോ സമജാത്ത ഹെ, എത്രത്തോളം ഈ നമക്ക്, അതായത് ഈ ഉപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് രാജാവ് മനസ്സിലാക്കുന്നു. തബ് അപ്നി ഛോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹെ. അപ്പോഴാണ് തന്റെ ഏറ്റവും ഇളയ കുട്ടി, മൂന്നാമത്തെ മകളുണ്ടല്ലോ, ആ മകളുടെ പ്യാർ കി ഗഹരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ ആഴം, കോ സമജ്താ ഹെ, മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ആദ്യം
ഒരിക്കലും ഏറ്റവും ഇളയ കുട്ടി പറഞ്ഞ മറുപടിയുടെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, ആഴം എത്രത്തോളം ഉണ്ടെന്ന് രാജാവിന് മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു മറുപടി ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ജീവിതത്തിലും അതുപോലെ തന്നെ ഭക്ഷണത്തിലും ഉപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴ് തന്റെ ഏറ്റവും ചെറിയ മകൾക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. तुम ध्यान से पढ़ो तो पाओगे कि यह कहानी ना तो राजा की है ना उसकी पसंद की. എന്നിട്ട് റൈറ്റർ എന്താണ് പറയുന്നത്, നിങ്ങൾ ധ്യാൻ സെ പഠോ, ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തോ പാവോगे, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കി യ കഹാനി നാ തോ രാജാ കി ഹെ നാ ഉസ്കി പസന്ദ് കി. ഈ ഒരു കഹാനി, ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് രാജാവിന്റെയോ അല്ലെങ്കിൽ രാജാവിന്റെ പസന്ത്, രാജാവിന്റെ ഇഷ്ടത്തെ കുറിച്ചോ അല്ല എന്ന്. यह कहानी ना उसकी बेटियों के बारे में है ना उनके कहने के बारे में है. ഈ ഒരു കഥ എന്ന് പറയുന്നത് രാജാവിന്റെ മക്കളെ കുറിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അവര് പറഞ്ഞ മറുപടിയെ കുറിച്ചിട്ടുള്ളതോ അല്ല. യ നമക് കി കഹാനി ഹെ, ഇത് ഉപ്പിന്റെ കഥയാണ്. മഹാത്മാ ഗാന്ധി ने भी एक नमक की कहानी लिखी थी. അപ്പൊ ഇത് ഉപ്പിന്റെ കഥയാണ്. മഹാത്മാഗാന്ധിയും ഇതുപോലെ ഒരു നമക്ക്, ഉപ്പിന്റെ കഹാനി എഴുതിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്, റൈറ്റർ പറയുന്നത്. ഇപ്പൊ താഴെ മഹാത്മാഗാന്ധിയും ഒരുപാട് കുട്ടികളും, 2 കുട്ടികളും പിന്നെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഭക്ഷണം സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. വ കഹാനി ഉൻഹോനെ ബോൽ കർ നെഹി ലിഖി, വ കഹാനി ഉൻഹോനെ ചൽ കർ ലിഖി ഥി. അപ്പൊ റൈറ്റർ എന്താണ് പറയുന്നത്, മഹാത്മാഗാന്ധി ഒരു ഉപ്പിന്റെ കഥ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് എഴുതുകയല്ല ചെയ്തിട്ടുള്ളത്, പക്ഷെ ഉൻഹോനെ ചൽക്കർ ലിഖി ഥി, നടന്നിട്ടാണ് ആ ഒരു കഥ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ലിഖ്ന എന്ന് വെച്ചാൽ എഴുതുക, ചലന വെച്ചാൽ എന്താണ് നടക്കുക. അപ്പം അദ്ദേഹം നടന്നുകൊണ്ട് എഴുതിയ ഒരു കഥയാണ് എന്നാണ് പറയുന്നത് ആ ഉപ്പിന്റെ കഥ. വ കഹാനി ഉൻഹോനെ സാക്കഡോ മീൽ ചൽക്കർ ലിഖി ഥി. ആ ഒരു സ്റ്റോറി അദ്ദേഹം സാക്കഡോ മീൽ ചൽക്കർ ലിഖി ഥി, ഒരുപാട് ദൂരം നടന്നിട്ടാണ് എഴുതിയിട്ടുള്ളത്. സാക്കഡോ മീൽ എന്ന് വെച്ച് കഴിഞ്ഞാല് 100 കണക്കിന് മൈല് എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് അല്ലേ. അപ്പം 100 കണക്കിന് മൈലുകൾ താണ്ടിയാണ് അദ്ദേഹം എന്താണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വ ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖി ഥി. ആ ഒരു കഥ ഈ നടന്നുകൊണ്ട് രചിച്ചത് ഗാന്ധിജി മാത്രല്ല, പക്ഷെ ഉൻകെ സാത്ത് ചൽ രഹേ, അദ്ദേഹത്തോടൊപ്പം നടക്കുന്ന, സാത്ത് എന്ന് വെച്ചാൽ ഒപ്പം, ദേശ് ഭർ കെ ലോഗോനെ ലിഖി ഥി, ദേശം മുഴുവനുള്ള, ഈ ഒരു രാജ്യത്ത് മുഴുവൻ ഉണ്ടായിരുന്ന അദ്ദേഹത്തോടൊപ്പം നടന്നിട്ടുള്ള ആളുകളെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ ഒരു കഥ എഴുതിയത് എന്നാണ് പറയുന്നത്. वे सब हमारे देश में अंग्रेजों द्वारा की जा रही अंधाधुंध लूट से चिंतित थे. അവരെല്ലാവരും നമ്മളുടെ ദേശമേ, നമ്മളുടെ രാജ്യത്തില് അംഗ്രേസോ ദ്വാര കീ ജാ രഹി, ബ്രിട്ടീഷുകാര് വഴി ചെയ്യപ്പെടുന്ന, അംഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്നുള്ളതാണ്, ബ്രിട്ടീഷുകാര് വഴി ചെയ്യപ്പെടുന്ന അന്ധാധുത് ലൂട്ട്സെ. അന്ധാധുന്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, നിയന്ത്രണം ഇല്ലാത്ത രീതിയിലുള്ള, അതായത് അവരിവിടെ ചെയ്തുകൊണ്ടിരുന്ന ലൂട്ട് എന്ന് വെച്ചാൽ കൊള്ള. അപ്പൊ ബ്രിട്ടീഷുകാര് നമ്മളുടെ നാട്ടില് ഒരു കൺട്രോളും ഇല്ലാതെ ചെയ്തിരുന്ന ആ ഒരു കൊള്ളയെ കുറിച്ച് ഇവരെല്ലാരും ചിന്തിതരായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ജോ ഹമാരെ ദേശ് കോ അംഗ്രേസോ കെ ചങ്കുൽ സെ ഛുഡാന ചാഹത്തെ थे. ചങ്കുൽ സെ ഛുഡാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അംഗ്രേസോ കെ ചങ്കുൽ സെ ഛുഡാന ചാഹത്തെ थे, നമ്മളുടെ നാട്ടില് ഈ ബ്രിട്ടീഷുകാര് ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, ഒരു കൺട്രോളും ഇല്ലാത്ത ലൂട്ട്, കൊള്ള, അതിനെക്കുറിച്ച് ആളുകൾ വെറീഡ് ആയിരുന്നു. അത് മാത്രല്ല അതിൽ നിന്ന് നമ്മളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ സെ ചലാനെ കാ സപ്ന ആഖോ മേ ലിയാ ഥാ. ആ ആളുകളാണ് എന്താണ്, ഭാരത് എന്നുള്ള ഒരു ദേശം, ഈ ഒരു രാജ്യത്തിനെ നയി തരഹ സെ, പുതിയ രീതിയിൽ, ചലാനേക്ക, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള, സപ്ന ആഖോമേ ലിയാഥ, സ്വപ്നം കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. സപ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം, ആഖോമേ ലിയാഥ എന്ന് വെച്ചാൽ കണ്ണുകളിൽ കൊണ്ടു നടന്നിരുന്നത്. അപ്പം ഗാന്ധിജിയോടൊപ്പം ഈ കഥ രചിക്കാനായിട്ട് മൈലുകളോളം ദൂരം നടന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാരും ആഗ്രഹിച്ചിരുന്നത് എന്താണ്, ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക, ഈ അനിയന്ത്രിതമായിട്ടുള്ള കൊള്ളയടി നിർത്തുക, എന്നിട്ട് ഭാരതത്തിനെ ഒരു പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള സ്വപ്നത്തോടു
കൂടിയാണ് അവരെല്ലാവരും ഗാന്ധിജിയോടൊപ്പം ആ യാത്രയിലെ പങ്കാളികളായത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഉൻ ദിനോ അംഗ്രേസോ നെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗാ രഖാ ഥാ. ആ സമയത്ത് ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തിരുന്നത്? ഭാരതത്തില് നമക് പർ, ഉപ്പിന്റെ മുകളില് ടാക്സ് ലഗാ രഖാ ഥാ, ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്സെ നമക് ബഹുത് മെഹങ്കാ ഹോ ഗയാ ഥാ. അതുകൊണ്ട് തന്നെ നമുക്ക് ബഹുത് മെഹങ്ക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് എക്സ്പെൻസീവ് ആയി എന്നുള്ളതാണ്. ആ സമയത്ത് ഉപ്പിന് വളരെയധികം വില കൂടുതലായിരുന്നു. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത് ഭാരത് കെ ലോഗോക്കോ, ഈ ഭാരതത്തിലെ ജനങ്ങളെ ഖുദ് നമക് ബനാനീസെ, സ്വയം, ഖുദ് എന്ന് വെച്ചാൽ സ്വയം, നമക് ബനാനീസെ ഉപ്പ് ഉൽപാദിപ്പിക്കുന്നതിൽ നിന്ന്, റോഗ് രഖാഥ അതായത് അവരെ ആ ഒരു സംഭവം നിർത്തലാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഭാരതത്തിലെ ജനങ്ങൾക്ക് സ്വയമായിട്ട് ഉപ്പ് ഉൽപ്പാദിപ്പിക്കാനുള്ള പെർമിഷൻ ഒന്നും കൊടുക്കുകയും ചെയ്തില്ല. അത് മാത്രല്ല എന്താണ് ഈ സോൾട്ടിന്റെ മുകളിൽ, ഈ ഉപ്പിന്റെ മുകളിൽ ഇവർ ടാക്സ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. अगर कोई अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती थी. ആരെങ്കിലും തങ്ങളുടെ അവിടെ തന്നെയുള്ള സമുദ്രത്തിലെ വെള്ളം എടുത്തിട്ട് ഉപ്പുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസേ സസാ ഹോ സക്തി ഥി, ആ ഒരു വ്യക്തിക്ക് സസ എന്ന് വെച്ച് കഴിഞ്ഞാല് ശിക്ഷ ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ്. സസാ ദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ആരെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ എന്താണ് സമുദ്രം ഉണ്ട്, അതിലെ വെള്ളം എടുത്തിട്ട് ഉപ്പുണ്ടാക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് അവര് ശിക്ഷിക്കപ്പെടുമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അന്ന് ഭാരതത്തിൽ നിലനിന്നിരുന്നത് എന്നാണ് പറയുന്നത്. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി സാലോ പെഹ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അപ്നെ കുച്ച് സാത്തിയോ കെ സാത്ത്, തന്റെ കൂടെയുള്ള കുറച്ച് ആളുകളോടൊപ്പം അഹമ്മദാബാദ് സെ പാദൽ ദാണ്ടി നാം കെ സമുദ്ര കിനാരെ കെ ഗാവ് ചൽപ്പടെ, അതായത് അഹമ്മദാബാദിൽ നിന്ന് പാദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനടയായിട്ട് ദാണ്ടി എന്ന പേരുള്ള ഒരു എന്താണ് സമുദ്രത്തിന്റെ കിനാരെ, സമുദ്രത്തിന്റെ തീരത്തുള്ള ഒരു ഗാവ്, ഗാവ് എന്ന് വെച്ചൊരു ഗ്രാമം, അവിടേക്ക് എന്താണ് കാൽനടയായിട്ട് പോയി. അപ്പൊ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഒപ്പമുള്ള കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് അഹമ്മദാബാദിൽ നിന്ന് പാദൽ കാൽനടയായിട്ട് എന്താണ് ദണ്ഡി എന്ന പേരുള്ള, നമ്മൾ സാധാരണ മലയാളത്തിൽ ദണ്ഡി മാർച്ച് എന്നാണ് പറയാറുള്ളത്, പക്ഷെ ഇത് ദാണ്ടി എന്ന് തന്നെയാണ് എഴുതേണ്ടത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് ദാണ്ടി മാർച്ച് എന്ന് പറയാം. ഓക്കെ, ദാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് സമുദ്രത്തിന്റെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലോട്ട് കാൽനടയായിട്ട് പോയി എന്നാണ് പറയുന്നത്. वे वहां जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. അപ്പം ഇവരെന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വഹാപർ ജാക്കർ, ആ ഒരു ഗ്രാമത്തിൽ പോയിട്ട് സമുദ്രക്കെ പാനീസെ, ആ സമുദ്രത്തിലെ വെള്ളം എടുത്തിട്ട് ഖുദ് നമക് ബനാക്കർ, സ്വയം തന്നെ ഉപ്പുണ്ടാക്കിയിട്ട് അംഗ്രേസോ കാ കാലാ കാനൂൻ തോടനാ ചാത്തേ थे. ഈ ഇംഗ്ലീഷുകാരുടെ ഈ ഒരു കാലാ കാനൂൻ, ഈ കറുത്ത നിയമം, അതായത് തെറ്റായ നിയമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാനൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം, അത് തോടനാ ചാത്തേ थे, ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്, തകർക്കാനായിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. തോടനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക, ചാഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുക. അപ്പം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ഗ്രാമത്തിൽ പോവുക, അവിടുത്തെ സമുദ്രത്തിന്റെ അവിടെ നിന്നുള്ള വെള്ളം എടുക്കുക, സ്വയം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ ഈ ബ്രിട്ടീഷ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കറുത്ത നിയമത്തെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ओके, गांधी जी 3 हफ्तों से भी अधिक पैदल चलते रहे. ഗാന്ധിജി 3 ഹഫ്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആഴ്ച, സേ ബി അധിക് 3 ആഴ്ചയിലധികമായിട്ട് പാദൽ ചലത്തെ രഹെ, കാൽനടയായിട്ട് നടന്നുകൊണ്ടേ ഇരുന്നു. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആ ആകർ ജുഡ്തേ ഗയേ. അദ്ദേഹത്തോടൊപ്പം ദേശ് ഭർ സെ ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകള് എന്താണ് ആ ആകർ ജുഡ്തേ ഗയേ, വന്ന് ജുഡിന എന്ന് വെച്ചാൽ ചേരുക, കൂടിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ ഈ മാർച്ചിലെ ആൾക്കാരുടെ എണ്ണം കൂടി വരാനായിട്ട് തുടങ്ങി. ഈ രാജ്യത്തിന്റെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ മാർച്ചിന്റെ ഭാഗമായിട്ട് വരാനായിട്ട് തുടങ്ങി. ഇസ് തര ജബ് വേ ദാണ്ടി പਹੁഞ്ചേ, ഇങ്ങനെ അദ്ദേഹം ദാണ്ടിയിൽ എത്തിയ സമയത്ത് ഉൻകെ സാത്ത് ഹസാറോ ലോഗ് ഥേ, അദ്ദേഹത്തോടൊപ്പം ഹസാറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന്, ലോഗ് ഥേ ആളുകൾ ഉണ്ടായിരുന്നു. ജോ സമുദ്രക്കെ പാനി മേ ഘുലെ നമക്, അവര് സമുദ്രത്തിന്റെ വെള്ളത്തില്, ഘുലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യപ്പെട്ട, അലിഞ്ഞു ചേരപ്പെട്ടിട്ടുള്ള എന്താണ് നമക്ക്, ഉപ്പ്, को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे.
ആ ഒരു എന്താണ് വെള്ളത്തിലുള്ള ഉപ്പ് പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ദാണ്ഡിയിൽ എത്തിയപ്പോൾ എന്നാണ് പറയുന്നത്. ഇസേ ഭാരത് പർ അംഗ്രേസോ കി പക്കഡ് ഢീലി പട്ടി. അപ്പം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് എന്താണ്, ഭാരത് പർ അംഗ്രേസോ കി പക്കഡ്, അതായത് ഭാരതത്തിന്റെ മുകളില് ഈ ബ്രിട്ടീഷുകാർക്കുള്ള പക്കഡ് എന്ന് വെച്ചാൽ ഹോൾഡ്, ആ ഒരു പിടുത്തം ഢീലിപ്പെടുത്തി, ലൂസ് ആകുമായിരുന്നു എന്നാണ് പറയുന്നത്. ഢീല പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസ് ആകുക എന്നുള്ളതാണ്. रास्ते में कई गांव पड़े, गांधी जी और उनके साथी जहां भी रुकते गांव वाले उन्हें पूरे मन से खाना खिलाते. അങ്ങനെ റാസ്തേമേ കൈ ഗാവ് പടെ, അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാഥി ജഹാ ബി റുക്തെ, ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂടെയുള്ളവരും എവിടെയൊക്കെയാണോ നിൽക്കുന്നത്, ഗാവ് വാലെ ഉൻഹെ പൂരെ മൻ സെ ഖാന ഖിലാത്തെ, ആ ഗ്രാമത്തിലുള്ള ആളുകള് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട്, പൂരെ മൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഉൻഹെ ഖാന ഖിലാത്തെ, ഇവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബഹ് ഫിർ ചൽ പഡ്തേ ഥേ. അപ്പം ഇവരെന്താണ് ചെയ്യുക, ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂടെയുള്ള ആളുകളും രാത്രി സമയങ്ങള് ഏതെങ്കിലും ഒരു ഗ്രാമത്തില് കാട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യും, അവിടെ ചിലവഴിക്കും. ഓർ സുബഹ് ഫിർ ചൽ പഡ്തേ ഥേ, എന്നിട്ട് രാവിലെ വീണ്ടും അവര് ആ ഒരു മാർച്ച് തുടങ്ങുമായിരുന്നു, ആ യാത്ര തുടങ്ങുമായിരുന്നു. दांडी पहुंचते ही सभी को समुद्र का आसमान तक फैला विस्तार दिखा. അങ്ങനെ ദാണ്ടിയില് എത്തിക്കൊണ്ടിരുന്ന സമയത്ത്, അവിടെ നടന്നെത്തിയപ്പോഴ് എല്ലാരും കണ്ടത് എന്താണ്, സമുദ്രിക ആസ്മാൻ തക് ഫൈല വിസ്താർ, അതായത് ആകാശം വരെ വിസ്തരിച്ച് വ്യാപിച്ചു കിടക്കുന്ന സമുദ്രമാണ് അവിടെ എത്തിയപ്പോൾ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. ആസ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആകാശം. ലഹരി ദിഖി, എന്താണ്, തിരമാലകള് കണ്ടു അവര്. ലഹറോ മേ ചമക്ത സൂരജ് ദിഖ, ലഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരമാലകള്, വേവ്സ് എന്നുള്ള അർത്ഥാണ്. അപ്പോ ലഹറോ മേ ചമക്ത സൂരജ് ദിഖ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വേവ്സിന്റെ ഉള്ളിൽ ചമക്ത, തിളങ്ങുന്ന, സൂരജ് ദിഖ എന്താണ്, സൂര്യൻ കാണപ്പെട്ടു, അത് അവർ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ നടന്ന് ഈ ഗ്രാമത്തിന്റെ അടുത്ത് എത്തിയപ്പോൾ ഇത്രയും വ്യാപിച്ചു കിടക്കുന്ന സമുദ്രവും ആ സമുദ്രത്തിലെ തിരമാലകളും തിരമാലകളുടെ ഇടയിൽ തിളങ്ങുന്ന സൂര്യനെയും അവർ കണ്ടു. കിനാരെ കി ഗഡ്ഡോ മേ നമക് സെ ഗാഡാ ഹുവ പാനി ഓർ അപ്നെ ആപ് ബന നമക് ദിഖ. പിന്നെന്താണ് അവർ കണ്ടത്, കിനാരെ കി ഗഡ്ഡോ മേ, ഈ സമുദ്ര തീരത്ത്, കിനാര എന്ന് വെച്ചാൽ തീരം എന്നാണ്, സമുദ്രത്തിന്റെ തീരത്തുള്ള ഗഡ്ഡോമേ നമക് സെ ഗാഡാ ഹുവ പാനി, അവിടെയുള്ള കുഴികൾ ഉണ്ടല്ലോ, ഗഡ്ഡ എന്ന് വെച്ചാൽ കുഴിയാണ്, കുഴികളില് നമക് സെ ഗാഡാ ഹുവ പാനി, അതായത് ഉപ്പ് നിറഞ്ഞിട്ടുള്ള വെള്ളം. അതുപോലെ തന്നെ ഓർ അപ്നെ ആപ് ബന നമക് ദിഖ, സ്വയം തന്നെ ഉണ്ടായിട്ടുള്ള ഉപ്പും അവിടെ കാണപ്പെട്ടു എന്നുള്ളതാണ്. ഇവരവിടെ നടന്നെത്തിയപ്പോഴ് ഈ ഉപ്പ് നിറഞ്ഞിട്ടുള്ള വെള്ളവും അത് വന്നിട്ട് ഈ സമുദ്ര തീരത്തെ കുഴികളില് ഉപ്പായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നതും ആരും ഒന്നും ചെയ്തിട്ടില്ല, അത് തന്നെ അങ്ങനെ ഉണ്ടായി കിടക്കുന്നതും അവർ കണ്ടു. ഉൻ സബി കോ ഗാന്ധിജി നെ യഹാ ലാക്കർ പൂരെ ദേശ് കോ അംഗ്രേസോ സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. അപ്പം ഈ കൂടെ വന്ന ആളുകൾ ഉണ്ടല്ലോ, അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഗാന്ധിജി എന്താണ് ചെയ്തത്, പൂരെ ദേശ് കോ അംഗ്രേസോ സെ മുക്ത് ഹോനെ കാ രാസ്ത, ഈ ദേശത്തെ മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്ന് മുക്തമാക്കാനായിട്ടുള്ള, മോചിപ്പിക്കാനായിട്ടുള്ള രാസ്ത എന്ന് പറഞ്ഞ വഴി, ദിഖാദിയ, കാണിച്ചു കൊടുത്തു. ഹമാരി दोस्त और कहानीकार अनंत मूर्ति कहते थे कि जब गांधी जी ने समुद्र किनारे हाथ में मुट्ठी भर नमक उठाया, उन्होंने देश के आजाद होने का रास्ता खोल दिया. അപ്പം ഈ എഴുത്തുകാരന്റെ കൂട്ടുകാരനായിട്ടുള്ള, സുഹൃത്തായിട്ടുള്ള, ദോസ്ത് എന്ന് പറഞ്ഞാൽ എന്താ, സുഹൃത്ത്, കൂട്ടുകാരൻ ആയിട്ടുള്ള, അതുപോലെ തന്നെ കഹാനികാരായിട്ടുള്ള, കഹാനികാർ എന്ന് വെച്ചാൽ കഥാകൃത്തായിട്ടുള്ള, ഈ ഒരു കഥ എഴുതിയിട്ടുള്ള വ്യക്തിയുടെ സുഹൃത്തും അതുപോലെ തന്നെ ഒരു കഥാകൃത്തുമായിട്ടുള്ള അനന്തമൂർത്തി പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജബ് ഗാന്ധിജി നെ സമുദ്ര കിനാരെ ഹാത്ത് മേ
മുഠി ഭർ നമക് ഉഠായ. ഗാന്ധിജി ആ സമുദ്ര തീരത്ത് പോയിട്ട്, മുഠി ഭർ എന്ന് പറഞ്ഞാൽ മുഷ്ടി, അതായത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ അതിനെ പറയുന്നത്, ആ ഒരു മുഷ്ടിയില് നിറച്ച് നമക് ഉഠായ, ഉപ്പ് എടുത്തപ്പോൾ ഉൻഹോനെ ദേശ് കെ ആസാദ് ഹോനെ കാ രാസ്ത ഖോൽ ദിയ. അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ ഒരു രാജ്യത്തെ ആസാദ് ഹോനെ കാ, ആസാദാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വതന്ത്രമാക്കാനായിട്ടുള്ള, രാസ്ത ഖോൽ ദിയ, വഴി, ഖോൽന ചെയ്യുന്ന എന്താണ്? ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം അവിടെ പോയിട്ട് ഒരു മുഷ്ടി നിറയെ എന്താണ് ഉപ്പ് എടുത്തപ്പോൾ അതോടൊപ്പം അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഈ ഒരു രാജ്യത്തെ സ്വതന്ത്രമാക്കാനായിട്ടുള്ള ഒരു വഴിയും കൂടി തുറന്നിടുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आजाद हो गया. 17 വർഷ ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം, 17 വർഷത്തിന് ശേഷം ഈ ഒരു രാജ്യം സച്ച്മുച്ച്, സത്യത്തിൽ, ഉസ് രാസ്തേ പർ, ആ ഒരു വഴിയില്, ചൽത്താ ഹുവ, നടന്നുകൊണ്ട്, ആസാദ് ഹോ ഗയ എന്നാണ്, സ്വതന്ത്രമായി എന്നാണ് പറയുന്നത്. ഇസ് കഹാനി മേ ഓർ ഭി കൈ ഭീതരി ഘുമാവ് ഹെ. ഈ ഒരു സ്റ്റോറിയില് ഇനിയും ഒരുപാടധികം ഭീത്തിരി ഘുമാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ട്വിസ്റ്റ് ഉണ്ട് എന്നാണ്. ഭീത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള, ഘുമാവ് എന്ന് വെച്ചാൽ ട്വിസ്റ്റ് ഉണ്ട്. തും വ സബ് ഖുദ് ഖോജോ, ഖുദ് യ ഖോജോ കി ഹം കിൻ കിൻ രാസ്തോ സെ അംഗ്രേസോ കെ ചങ്കുൽ സെ ഛൂട്ടേ ഥേ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്താണ് ആ ട്വിസ്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഖുദ് ഖോജോ, സ്വയം തന്നെ, ഖോജന എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കൂ എന്നാണ്. ഖുദ് യ ഖോജോ, സ്വയം അന്വേഷിക്കൂ, कि हम किन किन रास्तों से अंग्रेजों के चंगुल से छूटे थे. എന്താണ് സ്വയം അന്വേഷിക്കാനായിട്ട് പറയുന്നത്? നമ്മൾ കിൻ കിൻ രാസ്തോ സെ, ഏതെല്ലാം വഴിയിലൂടെയാണ്, അംഗ്രേസോ കെ ചങ്കുൽ സെ ഛൂട്ടേ ഥേ, ഈ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, റിലീസായത് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം തന്നെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ അടുത്തുനിന്ന് ഈ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു മോചനം കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും സ്വയം തന്നെ കണ്ടുപിടിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഓഥറിനെ കുറിച്ച് എന്താണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഉദയൻ വാജ്പേയി ജി, അദ്ദേഹം 4 ജാനുവരി 1960 ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? മധ്യപ്രദേശിലാണ്. उदयन वाजपेयी जी का जन्म मध्य प्रदेश में हुआ. उन्होंने साहित्य की सभी विधाओं में अपनी लेखनी चलाई है. അദ്ദേഹം എന്താണ് സാഹിത്യത്തിന്റെ എല്ലാ വിധാവും എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള രചനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള രചന മാത്രമല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കഹാനി ആണെങ്കിൽ കഹാനി മാത്രം എന്നല്ല, ഒരുവിധ എല്ലാ കാറ്റഗറീസിലും അദ്ദേഹം രചന നടത്തിയിട്ടുണ്ട്. घुड़सवार, रेत किनारे का घर, पेड़ और परछाई आदि उनकी प्रमुख रचनाएं है. അപ്പം ഘുഡ്സവാർ, റേത് കിനാരെ കാ ഘർ, പേഡ് ഓർ പർഛായി തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.